പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മിനറൽ അബ്സോർപ്ഷൻ മെക്കാനിസം ആണ്. ഇറ്റ് ഈസ് കോൾഡ് ഡൊണാൻസ് ഇക്വിലിബ്രിയം. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡൊണാൻസ് ഇക്വിലിബ്രിയം. എന്താണ് ഡൊണാൻസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? നമുക്കറിയാം, എപ്പോഴും എലമെന്റുകൾ തുല്യ രീതിയിൽ ചെടികളിൽ അവൈലബിൾ ആവണം. എപ്പോഴും അത് അവൈലബിൾ ആവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് നാം പറയാൻ പോകുന്ന ഡൊണാൻസ് ഇക്വിലിബ്രിയം. എന്താണ് യഥാർത്ഥത്തിൽ ഡൊണാൻസ് ഇക്വിലിബ്രിയം? ഡൊണാൻസ് ഇക്വിലിബ്രിയം ഈസ് എ ഡിഫ്യൂഷൻ ഇക്വിലിബ്രിയം അറ്റ് വിച്ച് the net charge of the inorganic mineral ion outside the cell membrane is equal to the net charge of free mineral ion and fixed ion inside the cell. നോക്കുക, ഇവിടെ സെല്ലിന്റെ ഉള്ളിലും സെല്ലിന്റെ രണ്ട് ലെയർ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഔട്ട്സൈഡ്, ഇത് ഇൻസൈഡ്. ഇത് രണ്ട് സ്ഥലത്തും ഈക്വൽ എമൗണ്ട് ഓഫ് എലമെന്റ്സ് മിനറൽസ് അവൈലബിൾ ആവുന്ന കൺസെപ്റ്റിന്റെ പേരാണ് ഡൊണാൻസ് ഇക്വിലിബ്രിയം. അങ്ങനെ ഒരു ഇക്വിലിബ്രിയം എപ്പോഴും സെല്ലിന്റെ ഉള്ളിൽ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എങ്ങനെയാണ് ആ ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നമുക്ക് നോക്കാം. See, it takes place against the concentration gradient of the mineral ion. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അപ്പുറം, ചിലപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതലുള്ള സ്ഥലത്തേക്ക്, കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ പോകും. അപ്പൊ കുറവുള്ള സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഒരു എമൗണ്ട്, അവിടെ ഒരു എക്സാമ്പിൾ 10 എലമെന്റ് ആവശ്യമുണ്ടെങ്കിൽ 9 എലമെന്റ് അവിടെ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇപ്പൊ ആ കുറവുള്ള എലമെന്റ് യഥാർത്ഥത്തിൽ ഇപ്പുറത്തെ സെല്ലിന്റെ സൈഡിൽ നിന്ന് പോകാനുള്ള കപ്പാസിറ്റി എലമെന്റുകൾക്കുണ്ട്. അങ്ങനെ ഇറ്റ് ടേക്സ് പ്ലേസ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അഗെയിൻസ്റ്റ് ആണ് ഇത് പലപ്പോഴും പോവാം. മറ്റുള്ള ഷുഗേഴ്സ്, പ്രോട്ടീൻ, അമിനോ ആസിഡ്, RNA, DNA, ഫാറ്റി ആസിഡ് ആൻഡ് അതർ മെറ്റബോളൈറ്റ് ഒക്കർ ഇൻ ദ അയോൺ ഫോം. ഇതെല്ലാം അയോണിക് ഫോമിലാണ് പലപ്പോഴും ചെടികൾക്കുള്ളിലേക്ക് പോകുന്നത്. ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയം എപ്പോഴും സെല്ലിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും പലതരത്തിലുള്ള എലമെന്റും ഉള്ളിലോട്ട് പോവാറുണ്ട്. ഹെൻസ് ദേ ഹാവ് സെയിം ചാർജ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ചാർജ് അവൈലബിൾ ആകും. ദിസ് ലാർജ് അയോണിക് മോളിക്യൂൾ ഡു നോട്ട് ഡിഫ്യൂസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഇങ്ങനെയുള്ള അയോണിക് മോളിക്യൂൾ ഒരിക്കലും ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലൂടെ ഒരിക്കലും ഡിഫ്യൂസ് ചെയ്ത് പോവുകയും ചെയ്യാറില്ല. So they are called fixed ion or metabolic ion or immobile ion of Donance phase is called Donance potential. അപ്പൊ എപ്പോഴും പ്ലാസ്മ മെംബ്രെയിന്റെ തൊട്ടടുത്ത് എല്ലാ എലമെന്റുകൾക്കും ഒരേപോലെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു പൊട്ടൻഷ്യൽ, ഒരു ഫിക്സഡ് അയോൺ കപ്പാസിറ്റി, ഒരു മെറ്റബോളിക് അയോൺ ഓർ ഇമ്മൊബൈൽ അയൺ കൺസെപ്റ്റ് എപ്പോഴും പ്ലാസ്മ മെംബ്രെയിന്റെ തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും എല്ലാ തരത്തിലുള്ള എലമെന്റുകളും ചെടികൾക്ക് ലഭ്യമാവുന്നു എന്നുകൂടി ഈ പറയുന്ന തിയറി പറയുന്നു. അങ്ങനെയുള്ള പൊട്ടൻഷ്യലിനെയാണ് ഡൊണാൻസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡൊണാൻസ് ഇക്വിലിബ്രിയം? ഇനോർഗാനിക് അയോൺ പ്രസന്റ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദ സെൽ ആർ ഫ്രീലി ഡിഫ്യൂസിബിൾ അക്രോസ് ദ മെംബ്രെയിൻ. എപ്പോഴും ഇനോർഗാനിക് അയോണ് എല്ലാ സമയവും സെല്ലിന്റെ ചുറ്റുപാടിലൂടെ ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഫിക്സഡ് അയോൺ, anion and cation in the solution move into the cell until the electric potential of the cell become equal to that of the solution. ഈ മൂവ്മെന്റ് എവിടം വരെ വരും? ഈ സിറ്റുവേഷൻ എത്തുന്നത് വരെ, അതായത് രണ്ട് സൈഡിലും ഒരേ തരത്തിൽ എലമെന്റ് ആവുന്നത് വരെ ഈ മൂവ്മെന്റ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നാ പറയാം. ഇൻ ദ പ്രസൻസ് ഓഫ് എ ഫിക്സഡ് അയോൺ, some more inorganic ion diffuse into the cell to the neutralize the electric potential on both sides of the membrane. അങ്ങനെ ചില എലമെന്റുകൾ, ഇപ്പം ഇവിടെ 10 എലമെന്റ് ഉണ്ട്, ഇവിടെ 9 എലമെന്റ് ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ 12 എലമെന്റ് ഉണ്ട്, ഇവിടെ 8 എലമെന്റ് ഉള്ളൂ വിചാരിക്കുക. അപ്പൊ 2 എലമെന്റ് ഇങ്ങോട്ട് പോകും. അങ്ങനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും സെല്ലിന് ചുറ്റിലും ഉണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഫിക്സഡ് അയോൺ, സം മോർ ഇനോർഗാനിക് അയോൺ ഡിഫ്യൂസ് ഇൻ ടു ദ സെൽ ടു ന്യൂട്രലൈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. This is known as Donance equilibrium. അപ്പോൾ ഡൊണാൻസ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ആണ്. എപ്പോഴും സെല്ലിന് ചുറ്റിലുമായിട്ട് എല്ലാ എലമെന്റുകളും ഉള്ളിൽ അവൈലബിൾ ആക്കുന്ന ഒരു മെയിൻ്റനൻസ് പ്രോഗ്രാം ആണ്. എപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ് കേസിൽ എപ്പോഴും എലമെന്റുകൾ തുല്യ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ആ കൺസെപ്റ്റിന്റെ പറയുന്ന പേരാണ് ഡൊണാൻസ് ഇക്വിലിബ്രിയം. If the root cell contain fixed anion, more cation will diffuse into the cell. ഇത് റൂട്ട് സെൽ കണ്ടെയ്ൻ ഫിക്സഡ് അനയോൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും കാറ്റയോണുകൾ ഒരുപാട് ഉള്ളിലോട്ട് വരാം. If there are fixed cation inside the cell, more anion will diffuse into the cell. അപ്പൊ സ്വാഭാവികമായിട്ടും ഫിക്സഡ് അയോണുകൾ, ഇപ്പൊ കാറ്റയോൺ ആണെങ്കിൽ ആനയോൺ ഇങ്ങോട്ട് വരും,
ഫിക്സഡ് അയോൺ ആനയോൺ ആണെങ്കിൽ കാറ്റയോണുകൾ വരും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ് ആണ് ഡൊണാൻസ് ഇക്വിലിബ്രിയം. ദസ് Donance equilibrium bring out the accumulation of more diffusible ion inside the cell against the concentration gradient without the expenditure of energy. അപ്പോൾ ഒരു എനർജിയുടെയും സഹായമില്ലാതെ നമുക്ക് സെല്ലിന്റെ ഉള്ളിലും ചെടികൾക്കുള്ളിലും തുല്യ രീതിയിൽ തുല്യ അളവിൽ എലമെന്റുകൾ അവൈലബിൾ ആക്കുന്ന കൺസെപ്റ്റിന്റെ പേരാണ് ഡൊണാൻസ് ഇക്വിലിബ്രിയം. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പാസീവ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആക്റ്റീവ് അബ്സോർപ്ഷൻ ആണ്. എന്താണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ? നമുക്കറിയാം, ആക്റ്റീവ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എനർജിയുടെ സപ്പോർട്ടോട് കൂടി നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ. എന്താണ് നടക്കുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി, എനർജിയുടെ സഹായത്തോടു കൂടി മാത്രം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന ആക്റ്റീവ് അബ്സോർപ്ഷൻ. ഇറ്റ് ഇസ് എ സെലക്റ്റീവ് പ്രോസസ്. ഇത് വളരെ സെലക്റ്റഡ് ആയ സ്ഥലത്ത് മാത്രമേ ഈ പ്രോസസ് നടക്കാറുള്ളൂ. നോ അയോൺ എക്സ്ചേഞ്ച്, ഒരു തരത്തിലുള്ള അയോൺ എക്സ്ചേഞ്ച് പരിപാടികളൊന്നും ഇവിടെ ഇല്ല. നേരത്തെ പറഞ്ഞ ഒരു ക്രയവിക്രയ പരിപാടികളൊന്നും ഇവിടെ കാണില്ല. നോ ഇക്വിലിബ്രിയം, ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കുന്ന പണിയും ഇവിടെ ചെയ്യാറില്ല. സാൾട്ട് അക്യൂമുലേഷൻ ഇൻക്രീസ് ഇൻ ടൈം. സാൾട്ട് അക്യൂമുലേഷൻ എപ്പോഴാണ്? സമയബന്ധിതമായിട്ട് സാൾട്ട് അക്യൂമുലേഷൻ, സാൾട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ എലമെന്റ്സിനെ വലിച്ചെടുക്കുക മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ. പ്ലാസ്മ മെംബ്രെയിൻ കണ്ടെയ്ൻ ഇന്റഗ്രൽ പ്രോട്ടീൻ കോൾഡ് കാരിയർ മോളിക്യൂൾ ഓർ ട്രാൻസ്പോർട്ടേഴ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റഗ്രൽ പ്രോട്ടീൻ പ്ലാസ്മ മെംബ്രെയിനിൽ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് കാരിയർ മോളിക്യൂൾ ഓർ ട്രാൻസ്പോർട്ടേഴ്സ്. ദ കാരിയർ മോളിക്യൂൾ മേ ബി സൈറ്റോക്രോം ലെസിത്തീൻ. കാരിയർ മോളിക്യൂൾ ആരാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ ആണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രോട്ടീൻ സൈറ്റോക്രോം കോൾഡ് ലെസിത്തീൻ എന്ന് പറയുന്ന ഒരു സൈറ്റോക്രോം ആണ്. നോട്ട് കൺട്രോൾ ബൈ എക്സ്റ്റേണൽ കോൺസെൻട്രേഷൻ, ഒരു എക്സ്റ്റേണൽ കോൺസെൻട്രേഷൻ കൊണ്ടും ഇത് കൺട്രോൾ ചെയ്യപ്പെടാൻ കഴിയില്ല. ഇൻക്രീസ് ഇൻ റെസ്പിറേഷൻ. ഇത് സാധാരണ ആക്റ്റീവ് അബ്സോർപ്ഷൻ നടക്കുന്നത് റെസ്പിറേഷൻ കൂടുന്നതനുസരിച്ചാണ്. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ATP ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. അപ്പൊ ATP ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയക്കനുസരിച്ച് ഈ പറയുന്ന ആക്റ്റീവ് അബ്സോർപ്ഷൻ കൂടാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആക്റ്റീവ് അബ്സോർപ്ഷന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ? അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കാരിയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ആരാണ് കാരിയർ കൺസെപ്റ്റ്? എന്താണ് കാരിയർ കൺസെപ്റ്റ് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ഒരു കാരിയറെ കാണാൻ പറ്റും. ഈ കാരിയർ കംപ്ലീറ്റ് പ്രവർത്തനവും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ATPയുടെ സഹായത്തോടു കൂടിയാണ്, സിൻസ് ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. കാരിയറുടെ കൺസെപ്റ്റ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് പ്ലിഫർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഡ്യൂറിംഗ് ദ ഇയർ 1990. ഇനി ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് അയോൺ അക്രോസ് മെംബ്രെയിൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്റ്റീവ് അബ്സോർപ്ഷൻ ആണ്. എങ്ങനെ? ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിനും ചുറ്റുമായിട്ട് പ്ലാസ്മ മെംബ്രെയിന്റെ സപ്പോർട്ടോട് കൂടി അബ്സോർപ്ഷൻ നടക്കുന്ന പ്രോസസ് ആണ്. ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് അബ്സോർപ്ഷൻ സിൻസ് ഇറ്റ് ഈസ് യൂസിങ് ATP. Ion move through the biological membrane along with the carrier molecule in that membrane. Ion എങ്ങനെ മൂവ് ചെയ്യുന്നത്? ബൈ ദി ഹെൽപ്പ് ഓഫ് ബയോളജിക്കൽ മെംബ്രെയിൻ along with the carrier molecule in that membrane. ഒരു കാരിയർ മോളിക്യൂളിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഈ പറയുന്ന പ്രോസസ് നടക്കുന്നത്. കാരിയർ ഈസ് എ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ. കാരിയർ ആരാണ്? ഒരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. ബൈൻഡിങ് ഓഫ് അയോൺ ഓൺ ദ കാരിയർ ആൻഡ് their release are similar to enzyme substrate reaction. അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ട് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷന്റെ ബേസിലാണ് ഈ പ്രക്രിയ മുഴുവനും നടക്കുന്നത്. ദ സ്റ്റോർഡ് ഫ്രീ എനർജി ഇൻ H+ gradient or ATP generated during respiration is utilized for this ion transport. ഈ അയോൺ ട്രാൻസ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിക്കൊണ്ട് H+ അയോൺ ഗ്രേഡിയന്റെയും ATP ജനറേഷന്റെയും പ്രസൻസിലാണ് ഈ പറയുന്ന കംപ്ലീറ്റ് പ്രോസസ്സും നടക്കുന്നത്. The mechanism of transport is explained by two hypotheses. ഈ പറയുന്ന കാരിയർ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട ഹൈപ്പോതിസിസ് ഉണ്ട്. ഏതൊക്കെയാണ് ഹൈപ്പോതിസിസ് എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ഹൈപ്പോതിസിസ് ഇസ് കോൾഡ് സൈറ്റോക്രോം പമ്പ് തിയറി. വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈപ്പോതിസിസ് ആണ്. ചില പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് സൈറ്റോക്രോം പമ്പ് തിയറി. അതല്ലെങ്കിൽ കാരിയർ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാലും യു ഹാവ് ടു ആഡ് ദിസ് ഇൻഫർമേഷൻ. പ്രോട്ടീൻ ലെസിത്തീൻ തിയറി, രണ്ടാമത്തെ തിയറിയുടെ പേരാണ് പ്രോട്ടീൻസ് ലെസിത്തീൻ തിയറി. അപ്പോ കാരിയർ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട തിയറികളുണ്ട്. വൺ ഇസ് കോൾഡ് പ്രോട്ടീൻ ലെസിത്തീൻ തിയറി ആൻഡ് അതർ വൺ ഇസ് കോൾഡ് സൈറ്റോക്രോം പമ്പ് തിയറി. എന്താണ് ഈ തിയറി എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, നിങ്ങൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാരിയർ ഉണ്ട്. ദിസ് കാരിയർ ഈസ് ആക്ച്വലി നോൺ ആസ് ദ കാരിയർ. ഈ കാരിയർ എങ്ങനെയാണ് ഈ പറയുന്ന എലമെന്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. വി ഹാവ് ടു സീ ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് നമ്മൾ സൈറ്റോക്രോം പമ്പ് തിയറി നോക്കാം. എന്താണ് സൈറ്റോക്രോം പമ്പ് തിയറി? ദിസ് തിയറി ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ബൈ ലുഡിൻബർഗ് ഇൻ 1954. Theory support that there is a direct correlation between the anion absorption and respiration.
ആനയോണിന്റെ അബ്സോർപ്ഷനും റെസ്പിറേഷനും തമ്മിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു കോറിലേഷൻ ഉണ്ട്. The transport of anion takes place through cytochrome system, so the cytochrome act as a carrier. ആനയോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ടേക്സ് പ്ലേസ് ആനയോൺ ട്രാൻസ്പോർട്ട് നടത്തുന്നത് സൈറ്റോക്രോം സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ സൈറ്റോക്രോം ആക്ട് ആസ് എ കാരിയർ. ദ മെയിൻ അസംഷൻ ഓഫ് ദിസ് തിയറി, ഈ തിയറിയുടെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, the proton and electron are produced in the inner surface of the membrane. പ്രോട്ടോണും ഇലക്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് സെല്ലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്, പ്ലാസ്മ മെംബ്രെയിന്റെ ഇന്നർ സർഫസിൽ നിന്നുകൊണ്ടാണ്. Then anion are picked up by the cytochrome from the outer membrane and is transported into the inner surface. ആനയോണും അതേപോലെ തന്നെ anions are picked up by the cytochrome from the outer membrane and is transported into the inner surface. The electrons are released by taking the anion in its place. എങ്ങനെയാണ് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആർ റിലീസ്ഡ് ബൈ ടേക്കിംഗ് anion in its place. Then anion are absorbed by the cytochrome chain by the active process. ആനയോൺ എടുക്കുന്നത് ആക്റ്റീവ് പ്രോസസ് വഴിയാണ്. കാറ്റയോൺ അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് പാസീവ്ലി. കാറ്റയോൺ അബ്സോർപ്ഷൻ പാസീവ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അനദർ ഇമ്പോർട്ടന്റ് തിയറി വി ക്യാൻ സേ, അതായത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു എന്താണ് സൈറ്റോക്രോം പമ്പ് തിയറി. അപ്പൊ സൈറ്റോക്രോമിന്റെ ഹെൽപ്പോട് കൂടി തന്നെ ഒരു കാരിയർ ആയിട്ട് സൈറ്റോക്രോം ആക്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ATPയുടെ സഹായത്തോടു കൂടി പലതരത്തിലുള്ള ആനയോണുകളെയും അബ്സോർബ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് സൈറ്റോക്രോം പമ്പ് തിയറി. ഇറ്റ് ഈസ് എ കാരിയർ കൺസെപ്റ്റ്. The next theory is called, very important theory, it is called പറയൂ നിങ്ങൾ, പ്രോട്ടീൻ ലെസിത്തീൻ തിയറി. പ്രോട്ടീൻ ലെസിത്തീൻ തിയറിയാണ്, വളരെ പ്രധാനപ്പെട്ട തിയറിയാണ്. It is proposed by Bennett and Clark suggested that because of the cell membrane chiefly consists of എന്തൊക്കെയാണ്? Phospholipid and protein and certain enzyme seems to be located on them. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ ഉണ്ട്, that is act as a enzyme seem to be located on plasma membrane. The carrier could be a protein associated with the phospholipid called lecithin. അപ്പൊ ഇവിടെ വളരെ പ്രധാനം, മറ്റേടത്ത് സൈറ്റോക്രോം ആണെങ്കിൽ ഇവിടെ ലെസിത്തീൻ എന്ന് പറയുന്ന ഒരു കാരിയർ ആണ്. അപ്പൊ ലെസിത്തീൻ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. He also assumed that the presence of different phosphatids to correspond with the number of non-competitive group of cation and anion. അപ്പൊ ഓരോ ഫോസ്ഫാറ്റിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റയോണും ആനയോണും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ തിയറി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്കറിയാം ഇവിടെ പ്ലാസ്മ മെംബ്രെയിനുള്ളിൽ ലെസിത്തീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. Phosphatid group or phosphate group in the phosphatid is regarded as the active center binding the cation and the basic choline group as the anion binding center. അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാറ്റയോണും ആനയോണും ബൈൻഡ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ഉണ്ട്. Then the ions are liberated on the inner surface of the membrane by decomposition of lecithin by the enzyme lecithinase. അപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ലെസിത്തീൻ ഒരു ആനയോണിനെയും കാറ്റയോണിനെയും എടുക്കും. എന്നിട്ട് ലെസിത്തിന്റെ സഹായത്തോടു കൂടി ഇത് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് ഈ പറയുന്ന എയും സിയും ഇവിടെ റിലീസ് ചെയ്യും. എങ്ങനെ റിലീസ് ചെയ്യുന്നത്? ലെസിത്തിന്റെ ഉള്ളിൽ എയും സിയും നേരത്തെ വന്ന് കയറും. കാറ്റയോണും ആനയോണുമാണ്. എന്നിട്ട് ലെസിത്തിനേസിന്റെ സഹായത്തോടു കൂടി ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഫോസ്ഫാറ്റിഡിക് ആസിഡും കോളിനും ആവും. ഫോസ്ഫാറ്റിഡിക് ആസിഡ് സി എന്ന് പറയുന്ന എലമെന്റ് റിലീസ് ചെയ്യും. കോളിൻ എ എന്ന് പറയുന്ന എക്സാമ്പിൾ ഒരു എലമെന്റ് ആയിരിക്കും, ആ എലമെന്റ് റിലീസ് ചെയ്യും. എന്നിട്ടോ നോക്കൂ നിങ്ങൾ, ഈ പറയുന്ന ലെസിത്തീന് ബ്രേക്ക് ചെയ്യും ലെസിത്തിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി. Now, the another important point, the regeneration of the carrier lecithin from phosphatidic acid and choline takes place in the presence of the enzyme choline acetylase and choline esterase and ATP. നോക്കൂ, എന്നിട്ട് കോളിൻ വളരെ പെട്ടെന്ന് അസറ്റൈൽ കോളിൻ ആയി മാറണം. എങ്ങനെ? By the help of the enzyme choline acetylase with the help of the energy ATP. Then ഈ പറയുന്ന choline acetylase എന്തായി മാറും? നോക്കൂ, choline acetylase or acetyl choline വളരെ പെട്ടെന്ന് choline esteraseന്റെ സഹായത്തോടുകൂടി ലെസിത്തീനായി മാറും. അപ്പൊ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. എന്താണ് കൺസെപ്റ്റ് എന്നോട് ഞാൻ പറയാം. ഇത് പ്രോട്ടീൻ ലെസിത്തീൻ തിയറിയാണ്. പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീന്റെ പേര് ലെസിത്തീൻ എന്നാണ്. ഈ ലെസിത്തീന് പുറത്തുള്ള പല തരത്തിലുള്ള എലമെന്റിനെയും എടുക്കും. ഇപ്പൊ രണ്ട് എലമെന്റിനെ ഒന്നിച്ചെടുത്തു. ഫോർ എക്സാമ്പിൾ ഇത് പൊട്ടാസ്യം, ഇത് ക്ലോറിനോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ക്ലോറിനും അതേപോലെ സോഡിയോ ആയിരിക്കാം. ഈ രണ്ട് എലമെന്റിനെയും എന്ത് ചെയ്യണം? സെല്ലിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരണം. സെല്ലിന്റെ ഉള്ളിലെത്തിയ ഉടനെ തന്നെ എന്ത് ചെയ്യും? ലെസിത്തിനൈസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടുകൂടി ഫോസ്ഫാറ്റിഡിക് ആസിഡും കോളിനുമായി മാറും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ രണ്ട് എലമെന്റുകളെയും ഇവിടെ റിലീസ് ചെയ്ത് കൊടുക്കും. പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് റിലീസ് ചെയ്ത് കൊടുക്കും. സെല്ലിന്റെ ഉള്ളിലോട്ടോ സെല്ലിന്റെ പുറത്തോട്ടോ, വാട്ടർ ഇറ്റ് മേ ബി. എന്നിട്ട് ഇവിടെ കോളിൻ വളരെ പെട്ടെന്ന് അസറ്റൈൽ കോളിനായി മാറും. ബൈ ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം കോളിൻ അസറ്റൈലേസ്.
by the help of the ATP, by the help of an energy called ATP. ഈ അസറ്റൈൽ കോളിൻ വളരെ പെട്ടെന്ന് പിന്നെ ലെസ്തീൻ ആയി മാറും by the help of choline esterase. So this process is continuously taking place and elements are getting to transported. That is